ഹായ് മക്കളെ, നമസ്കാരം. യൂണിഫോമിൽ വരാൻ പറ്റിയില്ല. നമുക്ക് വളരെ പെട്ടെന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി എന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഓടി വന്നതാണ്. നമ്മുടെ മലയാള സെക്കൻഡ് 10ാം ക്ലാസ്സിലെ മലയാള സെക്കൻഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ സാധ്യതാ ചോദ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ ഉടനെ എന്ത് ചെയ്തോളാം, പോയിക്കോളാം. മറക്കണ്ട, ഇവിടെ ഞാൻ സാധ്യതാ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ഉത്തരങ്ങൾ ഇന്ന് രാത്രി 7 മണിക്കുള്ള ലൈവ് ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ സെറ്റാക്കും. ലൈവിനകത്ത് പാഠസംഗ്രഹം, ചോദ്യോത്തരങ്ങൾ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റാക്കുന്ന സെഷനാണ്. മക്കൾ എന്ത് ചെയ്യുക, മറക്കാതെ കൃത്യം എത്തിക്കൊള്ളുക, വിശ്വസിക്കുക, കൂടെ നിൽക്കുക. ഓക്കെ. വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. ഇവിടെ വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനം എന്താണ്? എല്ലാവർക്കും നീ എന്ത് ചെയ്യുമോ, കൂടെ നിൽക്കുമോ എന്ന് ഐശ്വര്യദേവിയോട് ആര് ചോദിക്കുകയാണ്? വൈലോപ്പിള്ളി ചോദിക്കുകയാണ്. എല്ലാവർക്കും ഒരുപോലെ നൽകുന്ന സമത്വ സുന്ദരമായ നാട്. ഉത്തരത്തിൻ്റെ ഒരു പിക്ചർ കിട്ടിയല്ലോ. ഓക്കെ. വിഷുക്കണി എന്ന കവിത നൽകുന്ന പ്രധാന സന്ദേശം എന്താണ്? ഇത് തന്നെയാണ് വിഷുക്കണി നൽകുന്ന പ്രധാന സന്ദേശം. ആഘോഷങ്ങളാകട്ടെ, സന്തോഷങ്ങളാകട്ടെ, ആർഭാടങ്ങളാകട്ടെ, അത് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലായിട്ട് കിട്ടുക എന്ന സംവിധാനത്തെയാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? വിഷുക്കണി എന്ന പാഠഭാഗം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തെയും കടന്നു പോകാനും ഒടുവിൽ വിജയം പ്രാപിക്കാനും കഴിയും. ജോസിൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തുക. നമ്മൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അനാഥനായിട്ടും അനാഥാലയത്തിലെ ചിട്ടപ്പെടുത്തിയ ജീവിതത്തിനകത്തുള്ള താമസമായിട്ടും തനിക്ക് SSLCക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങണമെന്നുള്ള ജോസിൻ്റെ ആഗ്രഹം എന്ത് ചെയ്യുന്നു, ജോസ് നേടിയെടുക്കുന്ന നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കാണുകയുണ്ടായി. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കുക. ഫാദർ ഫ്രാൻസിസ് എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ വിവരിക്കുക. ഫാദർ ഫ്രാൻസിസിൻ്റെ കഥാപാത്ര സവിശേഷതകൾ. ജോസിന് വേണ്ടി പഠനം നൽകിയ, ജോസിൻ്റെ സങ്കടം മനസ്സിലാക്കി കൂടെ നിന്ന ഫാദർ ഫ്രാൻസിസിനെ മാനവികതയുടെ ഒരു പ്രതിരൂപമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. സെറ്റാക്കി വെച്ചോ. ദെൻ നെക്സ്റ്റ്. 7 മലകൾ ചാടിയിട്ടും 7 പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി, ഊത്തക്കാലത്തും രക്ഷയില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണമാണോ കാവ്യഭാഗത്തുള്ളത്? ഒരുപാട് ഇപ്പം താമസിക്കുന്ന, ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ആദിവാസി വിഭാഗങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നിലവിലുള്ള പല സംവിധാനങ്ങളും അവരെ ആ ജീവിതത്തിൻ്റെ പിന്നോക്കാവസ്ഥയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിടിച്ച് നിർത്തിയിട്ടുണ്ട് എന്ന സൂചന നൽകുന്ന വരികളാണ് ഇവിടെ. 7 മലകൾ ചാടി നോക്കി, രക്ഷയില്ല. ഇപ്പോഴും എവിടെ തന്നെയാണ് ഏട്ടക്കുരി? അതെവിടെയാണോ ഉള്ളത് അവിടെ തന്നെയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെ ഒരാറ്റം ബോംബ് എന്ന് കേളപ്പൻ വിശേഷിപ്പിക്കാനുള്ള കാരണമെന്ത്? ബോംബ് പൊട്ടുന്ന സമയത്ത് ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ, ആ സംഭവത്തെ മുഴുവൻ നമ്പൂതിരി സമുദായത്തിനകത്ത് ആര് നടപ്പിലാക്കി? വീട്ടിൽ നടപ്പിലാക്കി. ഏതുപയോഗിച്ച്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഉപയോഗിച്ചുകൊണ്ട്. അതുവരെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ എന്തായിരുന്നു? നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്ന അനാചാരങ്ങൾ, അത് മുഴുവൻ ഇല്ലാതാക്കാൻ ഇദ്ദേഹം ചെയ്ത മാർഗം എന്താണ്? ഇത്ര എഴുതി കഴിഞ്ഞാൽ ഉത്തരം സെറ്റായി. അപ്പം ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, റെഡിയാക്കി വെച്ചേക്കുക. താങ്ക് യു.